ഇത് നമ്മുടെ ഒരു പീച്ച് ട്രീ ആണ്. ഇതൊരു ഡ്വാർഫ് വെറൈറ്റി റൂട്ട് സ്റ്റോക്കിലുള്ള പീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പൊക്കം വെക്കത്തില്ല. ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് പീച്ച് ഉണ്ടാവുള്ളൂ. പീച്ച് എൻ്റെ ഒരു വലിയ ഫേവറേറ്റ് ഫുഡൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ അധികം പീച്ച് ട്രീകൾ ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തുള്ള ഒരു പീച്ചാണ്. ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഉണ്ടോ, ഇതാണ് പീച്ച്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്ക് സ്കിന്നോടുകൂടി കഴിക്കാം. സ്കിന്നിൽ ചെറിയൊരു ഫസ്സുണ്ട്, ചെറിയ രോമം പോലെ ഉണ്ട്. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ മാങ്ങാപ്പഴം ഇങ്ങനെ ചെത്തുന്ന പോലെ ചെത്തി അത് മാറ്റിയിട്ട് നമുക്ക് ഇത് കഴിക്കാം. പീച്ചിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഇതിൻ്റെ കുരു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് വെറൈറ്റിയുടെ കുരുവാണോ ഇട്ട് മുളപ്പിക്കുന്നത് അതേ വെറൈറ്റി ഫ്രൂട്ട് തന്നെ ഉണ്ടാവും. സാധാരണ ആപ്പിളോ പേറോ ഒന്നും അത് സംഭവിക്കത്തില്ല, വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിപ്പോവും. പീച്ചാണെങ്കിൽ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചാൽ ഫ്രൂട്ടാകാനിച്ച് താമസിക്കും. പക്ഷേ ഫ്രൂട്ട് ഉണ്ടായാൽ അത് മദർ പ്ലാന്റിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. അത് പീച്ചിന് മാത്രമുള്ളൊരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കുന്നത്.